ധരംപൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ കിഷൻ തന്റെ ഭാര്യ പിന്നെ കുട്ടികളോടൊപ്പം ജീവിച്ചു വന്നു. അദ്ദേഹം തന്റെ കുടുംബം നല്ല രീതിയിൽ നടത്തി വന്നു. ആ ഗ്രാമം ഹൈവേയുടെ വളരെ അടുത്തായതുകൊണ്ട് അവിടെ വ്യാപാരം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നു. പറയണമെങ്കിൽ കിഷൻ ഒരു പാവപ്പെട്ട കൃഷിക്കാരനാണ്. അദ്ദേഹം നഗരത്തിൽ ചെന്ന് ഒരു കട തുറക്കണമെന്നത് അദ്ദേഹത്തിന്റെ സ്വപ്നമാണ്. ഒരുപക്ഷെ എന്റെ അമ്മയുടെ വാക്ക് ഞാൻ കേട്ടിരുന്നെങ്കിൽ ഇത്രത്തോളം ഞാൻ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. എന്റെ ഭാവി ഞാൻ നിങ്ങളോടൊപ്പം കഴിയില്ലായിരുന്നു. നീ എപ്പോ നോക്കിയാൽ എന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കയാണ്. നിനക്കെന്താ നിന്റെ അമ്മേന്റെ വീട്ടിലേക്ക് പോയാല് ഇവിടെ നിനക്ക് കഴിക്കാൻ 2 നേരം റൊട്ടിയെങ്കിലും കിട്ടുന്നുണ്ട്. അവിടെ പോയാൽ നിനക്ക് എന്ത് കിട്ടും? നോക്കൂ, എന്നെ കുറിച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറയൂ, പക്ഷെ എന്റെ അമ്മയെ കുറിച്ച് നിങ്ങൾ ഒന്നും തന്നെ പറയാൻ പാടില്ല. അങ്ങനെയാണോ? എന്നാ ശരി. പക്ഷെ നീ എന്തിനാ ഇത്ര ദേഷ്യത്തോടെ ഉള്ളത്? കുട്ടികൾ എത്ര ദിവസമായി പിസയും ബർഗറും ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവർ വീട്ടിൽ കഴിക്കില്ലെന്ന് വളരെ നിർബന്ധം കാണിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്കെന്നെ നന്നായിട്ട് അറിയാം. ഈ പ്രാവശ്യം മഴ നന്നായിട്ട് പെയ്തതുകൊണ്ട് നമുക്ക് കുറെ നഷ്ടം ഏർപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ലാതെ നമുക്ക് കുറെ പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. നമ്മളെ കൊണ്ട് മര്യാദയ്ക്ക് കൃഷി പോലും ചെയ്യാൻ പറ്റിയില്ല. ഇത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ കുട്ടികളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാനാ? കിഷൻ തന്റെ 2 കുട്ടികളെയും സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നു. കുട്ടികൾ വീട്ടിലേക്ക് വന്നത് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അച്ഛാ, എന്റെ പിസ എവിടെ അച്ഛാ? ഇവിടെ പിസയുമില്ല, ബർഗറുമില്ല. ഇവിടെ ഒന്നും കണ്ണിന് കാണുന്നില്ല. അതെ അച്ഛാ, എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ അവരുടെ ടിഫിൻ ബോക്സിൽ പിസയും ബർഗറും കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ വെണ്ടയ്ക്കയും ചുണ്ടയ്ക്കയും കഴിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് വളരെ അപമാനമായിരിക്കുന്നു, അറിയാമോ? നിങ്ങൾ രണ്ടുപേരും വിഷമിക്കണ്ട. നമ്മുടെ നേരം മാറാൻ പോവുകയാണ്. ഇന്നും കുറച്ച് ദിവസം കാത്തിരുന്നാ മതി. കിഷനും കുട്ടികളും സംസാരിക്കുന്നത് കണ്ടിട്ട് സായയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അപ്പോൾ സായ കിഷനോട് പറഞ്ഞു, ഞാൻ കുറച്ചു ദിവസത്തേക്ക് എന്റെ കുട്ടികളെ വിളിച്ചുകൊണ്ട് എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാ. നിങ്ങളെ കൊണ്ട് വാങ്ങിച്ചു നൽകാൻ സാധിക്കാത്തതെല്ലാം തീർച്ചയായും എന്റെ ഏട്ടൻ വാങ്ങിച്ചു തരും. ഇങ്ങനെ പറഞ്ഞിട്ട് സായ തന്റെ കുട്ടികളെ വിളിച്ചുകൊണ്ട് തന്റെ അമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. പിന്നെ കിഷൻ ആ വീട്ടിൽ തനിയാളായി മാറി. എന്റെ ഭാര്യയും എന്റെ കുട്ടികളും എന്നെ വിട്ടു പോയി. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെ ഇനി കാണാനുണ്ട്? ഞാനാണ് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. കിഷൻ കരയുന്നത് കണ്ടിട്ട് ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു വലിയ ജമീന്ദാർ അവിടെ രാം ചരൺ സിംഗ് വന്നു. പിന്നെ കിഷനോട് ചോദിക്കാൻ തുടങ്ങി, കിഷൻ, എന്താണ് കാര്യം? എന്തെങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നിനക്ക് അങ്ങനെ എന്ത് കഷ്ടാണ് വന്നിരിക്കുന്നത്? ആ ജമീന്ദർ മുതലാളി, വരൂ. ഞാൻ എന്തെന്ന് പറയാനാ? മഴ വന്നത് കൊണ്ട് കൃഷിയും നശിച്ചു പോയി. ഭാര്യ അവളുടെ കുട്ടികളെ വിളിച്ചിട്ട് അവളുടെ അമ്മേന്റെ വീട്ടിലേക്ക് പോയി. ഇപ്പൊ എന്റെ അടുത്ത് കുടുംബം എന്ന് പറയാൻ എന്റെ അടുത്ത് ഒന്നുമില്ലല്ലോ. ഇപ്പൊ കുടുംബവും ഇല്ല, എന്റെ തലവരെയും ഇല്ല. ഞാൻ നിന്റെ അടുത്ത് എന്തിനെ പറ്റി സംസാരിക്കാൻ വന്നോ? കാര്യങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ ഉള്ളത്. നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി കുറച്ചുപോലും ശരിയായിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് വളരെ ശരി തന്നെയാണ്. ഞാൻ നഗരത്തിലേക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു ജോലി തേടണം. പക്ഷെ എന്റെ അടുത്ത് 1 രൂപ പോലും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്, നീ എൻ്റെ അടുത്ത് കുറച്ച് കാശ് വാങ്ങിച്ചോ. ഞാൻ നിനക്ക് മുഴുവനായിട്ട് 2000 രൂപ തരാം. ആ കാശ് എടുത്തിട്ട് നീ നഗരത്തിലേക്ക് പോവും. നിന്റെ അടുത്ത് എപ്പോൾ നിനക്ക് കാശ് തിരിച്ചു കിട്ടുന്നുണ്ടോ അപ്പം നീ എനിക്ക് തന്നാൽ മതി. പിന്നെ വേറെന്താ? നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ആരും എനിക്ക് ഇങ്ങനത്തെ ഒരു സഹായം ചെയ്തിട്ടില്ല. ഞാൻ തയ്യാറായിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ പണം പലിശയോടെ ചേർത്ത് തന്നേക്കാം. കിഷൻ ജമീന്ദാരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി അതിനുശേഷം നഗരത്തിലേക്ക് പോയി. അങ്ങനെ നഗരത്തിൽ തെരുവുകൾ തോറും അലഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന് ഒരു മാവ് മെഷീനിൽ ജോലി കിട്ടി. കിഷൻ, ഞാൻ നിനക്ക് മാസത്തിന് 8000 രൂപ കാശ് തരാം. നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ മാവ് മില്ലിൽ നീ ജോലി ചെയ്തേക്കണം. ആരും നിന്റെ പേരിൽ കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എങ്ങനെ പറയുന്നു ഞാൻ അതുപോലെ തന്നെ ചെയ്യാം. ആരും എന്നെ പറ്റി കുറവ് പറയുന്ന പോലെ ഞാൻ ചെയ്യില്ല. കിഷൻ കുറച്ചു ദിവസം ആ മാവ് മില്ലിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒരു ദിവസം കണക്ക് നോക്കുന്ന തർക്കത്തിനിടയിൽ അദ്ദേഹത്തിനും ആ മാവ് മില്ല് മുതലാളിക്കും ഇടയിൽ തർക്കമുണ്ടായി. ഞാൻ നിന്നെ എത്ര നേർമയായിട്ടുള്ളതെന്ന് വിചാരിച്ചു. പക്ഷെ നീ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയ പോലും ഇല്ല. എന്റെ കട വിട്ട് പുറത്തേക്ക് പോ.
വീണ്ടും നീ ഈ മാർക്കറ്റ് പ്രദേശത്തിൽ വരാനേ പാടില്ല. ഇവിടെ ഉള്ളവരാരും നിനക്ക് ഒരു ജോലിയും തരാൻ പോകുന്നില്ല. ഞാൻ നിങ്ങളുടെ കടയിൽ ഒരു മോഷണം ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം എൻ്റെ അടുത്ത് പറയുന്നത്? പിന്നെ എനിക്കും നിങ്ങളടുത്ത് ഒരു ജോലിയും ചെയ്യാനുള്ള ഒരു ആവശ്യമില്ല. എന്റെ 2 മാസത്തിന്റെ ശമ്പളം മാത്രം എൻ്റെ അടുത്ത് തന്നാൽ മതി. കിഷൻ തന്റെ മുതലാളിയിൽ നിന്നും കാശ് വാങ്ങിയിട്ട് എതിരിലുണ്ടായിരുന്ന പിസ്സ കടയിൽ ചെന്നിരുന്നു. എന്നിട്ട് അവിടെ നോക്കി, വരൂ വരൂ, ചൂടുള്ള പിസ്സ കഴിച്ചോളൂ. ചേട്ടാ, ഞാൻ തന്നെ ഒറ്റയ്ക്ക് എങ്ങനെ ജോലി ചെയ്യാനാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരെങ്കിലും എന്റെ കൂടെ ജോലിക്ക് ചേർന്നാൽ അവർക്ക് എന്റെ പാതി പങ്ക് തരാൻ പറ്റും. ലച്ചി പറഞ്ഞത് കേട്ടിട്ട് കിഷൻ അദ്ദേഹത്തിന് അടുത്തേക്ക് ചെന്നു. എന്നിട്ട് എന്തു പറഞ്ഞെന്നാൽ, ഇവിടെ നോക്കൂ ചേട്ടാ, ഞാൻ നിങ്ങളുടെ കടയിൽ ജോലി ചെയ്യാൻ പറ്റുമോ? എനിക്കും പിസ്സ ചെയ്യാനൊന്ന് പഠിപ്പിച്ചു തരുമോ? ഞാൻ ജനങ്ങളുടെ എച്ചിൽ തട്ടും കഴുകാനും തയ്യാറാണ്. ഇതിന് ജോലി ആവശ്യമെന്ന് തോന്നുന്നത്. മറ്റുള്ളവരുടെ ആവശ്യം നമുക്ക് എന്തായാലും ഉപയോഗിച്ചല്ലേ പറ്റുള്ളൂ. ആ തീർച്ചയായും, നിങ്ങൾ ധാരാളമായിട്ട് എന്റെ കടയിൽ ജോലി ചെയ്യാം. പക്ഷേ ഒരേ ഒരു കണ്ടീഷനാണ്. ഞാൻ നിങ്ങൾക്ക് 2000 രൂപയാണ് ശമ്പളം തരാൻ പറ്റുള്ളൂ. പക്ഷെ ദിവസം മുഴുവനും ജോലി ചെയ്യണം. എനിക്ക് ഈ കണ്ടീഷൻ ഓക്കെയാണ്. ഞാൻ തീർച്ചയായിട്ടും ജോലി ചെയ്തോളാം. ഇങ്ങനെ പറഞ്ഞതിനു ശേഷം കിഷൻ ആ കടയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. പതുക്കെ പതുക്കെ മാസം 1 കടന്നുപോയി. കിഷൻ ഇപ്പോൾ പിസ്സ എങ്ങനെ ചെയ്യണമെന്ന് നന്നായിട്ട് മനസ്സിലാക്കി. കുറച്ച് കാശുണ്ടാക്കിയിട്ട് കിഷൻ തന്റെ ഭാര്യയും കുട്ടികളെയും കാണാനായി തന്റെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹം അവിടെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കുട്ടികൾ ചെരുപ്പ് തയ്ക്കുകയും പിന്നെ ഷൂ പോളിഷ് ചെയ്യുന്ന ജോലിയും ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ സായ മറ്റുള്ളവരുടെ വീട്ടിൽ വീട്ടുജോലി ചെയ്യുകയായിരുന്നു. വരൂ സർ, ഷൂ പോളിഷ് ചെയ്തിട്ട് പോകൂ. വെറും 10 രൂപയേ ഉള്ളൂ. ഒരുപാടൊന്നും ഇല്ല, 10 രൂപയേ ഉള്ളൂ. വരൂ വരൂ. അവരുടെ കുട്ടികളുടെ ഈ അവസ്ഥ കണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം അവരുടെ അടുത്ത് ചെന്ന് എന്തു പറഞ്ഞെന്നാൽ, കുട്ടികളെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? പിന്നെ നിങ്ങളുടെ അമ്മ എവിടെയാ പോയത്? തന്റെ അച്ഛനെ കണ്ടതും തന്നെ 2 കുട്ടികളും അദ്ദേഹത്തെ ചെന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ നോക്കി കരയാൻ തുടങ്ങി. കിഷനെ കണ്ടിട്ട് സായിയും ഒരുപാട് സന്തോഷിച്ചു. പിന്നെ കിഷനോട് എന്തു പറഞ്ഞെന്നാൽ, ദയവായി എനിക്ക് മാപ്പ് തരൂ. ഞാൻ ചെയ്ത ചെറിയ തെറ്റു കാരണം എന്റെ അവസ്ഥ ആകെ മോശമായി മാറി. ഇവിടെ എന്റെ ചേട്ടനും ചേട്ടത്തി എന്നോട് പെരുമാറുന്നത് എനിക്ക് സഹിക്കാനാവുന്നില്ല. വരൂ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. വരൂ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഇല്ല ഇല്ല, ഞാനിപ്പോഴും എങ്ങോട്ടും വരുന്നില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ എന്റെ ചേട്ടനെ കണ്ടേ പറ്റൂ. അവന് എന്ത് ധൈര്യം ഉണ്ടെങ്കിലും എന്റെ മക്കളവൻ ചെരുപ്പ് തയ്ക്കാൻ വിട്ടിട്ടുണ്ടാവും. കിഷൻ സായയുടെ ചേട്ടൻ, അതായത് തന്റെ അളിയനെ കാണാനായി ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ദേഷ്യത്തോടെ സംസാരിച്ചു. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നീ ജോലിക്ക് വിടാൻ വേണ്ടി എന്റെ പിള്ളേരെ വിട്ടിട്ടുണ്ടാവും. പിന്നെ എന്റെ ഭാര്യയും. വേറെ എന്ത് ചെയ്യാനാ? എന്റെ അടുത്ത് അത്ര പണവും ഇല്ല. ഇവര് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ദിവസം വാങ്ങിയും കൊടുക്കണ്ടേ? ഇതാണ് നിനക്ക് പ്രശ്നം വെച്ചാൽ നീ ധാരാളമായിട്ട് ഇവരെ നീ കൂട്ടിക്കൊണ്ടു പോയേക്കാം. ഞാൻ എന്റെ ഭാര്യയും കുട്ടികളെയും ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ പോവുകയാണ്. കിഷൻ തന്റെ ഭാര്യയും കുട്ടികളെയും വിളിച്ചുകൊണ്ട് തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ രാംചരൺ കിഷന്റെ വീടും സ്ഥലവും പിടിച്ചടക്കി വെച്ചിരുന്നു. വാ കിഷൻ വാ, എന്റെ പലിശന്റെ കാശും തന്നേക്ക്. അതിനുശേഷം നിന്റെ വീട് നീ എടുത്തേക്ക്. വെറും 2000 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെ എന്റെ സ്ഥലം തന്നെ വാങ്ങി വെച്ചിരിക്കുക? 2000 രൂപയല്ല, ഞാൻ നിനക്ക് മൊത്തമായിട്ട് 20,000 രൂപയാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ അത് പലിശയും അസുരം ചേർത്തിട്ട് 1 ലക്ഷം രൂപന്റെ മേലെ പോയിട്ടുണ്ട്. നിനക്കറിയാമോ? പണം തന്നേക്ക്, പിന്നെ നിന്റെ വീടും സ്ഥലം നീ തിരിച്ചു വാങ്ങിച്ചോളൂ. രാംചരൺ കിഷനെ തന്റെ വീട്ടിൽ നിന്നും തന്നെ പുറത്താക്കി. പിന്നെ കിഷൻ തന്റെ കുടുംബത്തോടെ നടു റോട്ടിൽ എത്തിക്കഴിഞ്ഞു. അപ്പോഴാണ് കിഷൻ തന്റെ ഭാര്യ സായയോട് എന്തു പറഞ്ഞെന്നാൽ, നീ ഒന്നിനും വിഷമിക്കണ്ട. ഇപ്പൊ എന്റെ അടുത്ത് ഒരു വഴിയുണ്ട്. നമുക്ക് അത് തന്നെ ചെയ്തേക്കാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഞാൻ നഗരത്തിലുണ്ടായപ്പോൾ ഞാൻ അവിടെ പിസ്സ ഉണ്ടാക്കുന്ന ജോലി പഠിച്ചിരുന്നു. ഇപ്പൊ നമ്മൾ ആ ഗ്രാമത്തിനടുത്തുള്ള സ്ഥലത്തിൽ ഞാൻ ഹൈവേയിൽ തുറക്കാൻ പോവുകയാണ്.
പിസ്സ വിൽക്കാൻ പോവുകയാണ്. എന്ത്, നേരാണോ? നിങ്ങൾ ശരിക്കും പിസ്സ കട തുടങ്ങാൻ പോവുകയാണോ? നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. ഇതുപോലെ എന്തെങ്കിലും ചെയ്യാനാണ് ഞാനും ഒരുപാട് ദിവസമായി ആഗ്രഹിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ കട നോക്കിക്കൊള്ളാം. പിന്നെ കട നടത്താനുള്ള കഴിവ് എനിക്കുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. കിഷനും സായയും ഹൈവേയിൽ ഒരു ചെറിയ സ്ഥലത്ത് ഒരു ചെറിയ പിസ്സ കട തുടങ്ങി. പിന്നെ അതിനവർ പേര് വെച്ചു പിസ്സ എക്സ്പ്രസ് ഹൈവേ. കുറച്ചു ദിവസത്തിൽ ആ കടയും നല്ല രീതിയിൽ പോയി. പിന്നെ ആ കടയിൽ ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങി. നീ തന്നെ കണ്ടതല്ലേ, ഞാൻ പറഞ്ഞതല്ലേ നമ്മൾ തീർച്ചയായിട്ടും മുന്നേറുമെന്ന്. നമ്മൾ കഷ്ടപ്പെട്ട് നേർമയായിട്ട് അധ്വാനിച്ചാൽ മതി. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പൊ കുട്ടികളും സ്കൂളിലേക്ക് പോകും. നമ്മൾ അവർക്ക് നല്ല തുണികളും നല്ല സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കാം. ഒരു വശത്തെ കിഷന്റെ വീട്ടിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു. മറ്റൊരു വശത്തെ രാംചരൺ കിഷന്റെ വളർച്ച കണ്ട് അസൂയപ്പെടാൻ തുടങ്ങി. രാംചരൺ എന്തു തീരുമാനിച്ചെന്നാൽ, ആ കിഷൻ എന്താ ഇത്രയും നേരത്തെ വലിയ ആളായല്ലോ, ഇനി എന്നെ കൊണ്ട് അതൊന്നും കാണാൻ പറ്റില്ല. നാളെ തന്നെ അവൻ പണവും തന്നിട്ട് അവന്റെ വീടും സ്ഥലം വാങ്ങിച്ചിട്ട് പോയാലും പോവുമല്ലോ. മുതലാളി, നിങ്ങളാണ് ആവശ്യമില്ലാതെ പേടിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ അവന്റെ കട അടിച്ചു പൊട്ടിച്ചാൽ മതി, വേറെ എന്ത് ചെയ്യാനാ? ഇന്ന് രാത്രി പോയിട്ട് അവന്റെ കട ഞങ്ങൾ അടിച്ചു പൊട്ടിച്ചേക്കാം. ഏട്ടാ, നിങ്ങളുടെ കൈവശം കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ഞാൻ കഴിച്ചിട്ട് ഒരുപാട് ദിവസമായി ഏട്ടാ. വരൂ സഹോദരി, നിങ്ങൾ കടയിലകത്തേക്ക് വരൂ. വന്ന് പിസ്സ കഴിക്കൂ. സായ തന്റെ കൈകൊണ്ട് ആ ഭംഗിയുള്ള പെണ്ണിന് ഒരു പിസ്സ കൊടുത്തു. അല്ല, കൊള്ളാലോ, ഈ പിസ്സ നല്ല രുചിയായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നൽകാൻ എന്റെ കയ്യിൽ കാശില്ലല്ലോ. എന്റെ ഭാര്യ നിങ്ങളെ അനിയത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ നിങ്ങളുടെ കുടുംബമായിട്ടുണ്ട്. നിങ്ങൾ പണത്തിനെ പറ്റി ഒന്നും വിഷമിക്കണ്ട. നിങ്ങൾ വയറ് നിറയെ കഴിച്ചോളൂ. കിഷൻ ഇങ്ങനെ പറഞ്ഞതും തന്നെ ആ ഭംഗിയുള്ള പെണ്ണ് ഒരു ദേവതയുടെ രൂപത്തിൽ മാറി. എന്നിട്ട് അവരോട് എന്തു പറഞ്ഞെന്നാൽ, ചായ, കിഷൻ, നിങ്ങൾ രണ്ടുപേരും എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കണം. ഞാനൊരു മാന്ത്രിക ദേവതയാണ്. നിന്റെ ഈ സ്നേഹവും നല്ല മനസ്സും എന്റെ മനസ്സ് മാറ്റിമറിച്ചിരിക്കുന്നു. ഇനി നീ എങ്ങനെ പിസ്സ ചെയ്താലും അത് വലിയ പിസ്സയായി മാറുന്നതായിരിക്കും. പിന്നെ ഒരു പിസ്സ കഴിച്ച ഉടനെ എല്ലാവരുടെ വയറും നിറയുന്നതായിരിക്കും. നിന്റെ കടയ്ക്ക് ആരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കൂ. ഇങ്ങനെ പറഞ്ഞിട്ട് ആ ദേവത അവിടെ നിന്നും മാഞ്ഞു. കിഷനും സായിയും ആ ദേവതയുടെ ആശീർവാദം കൊണ്ട് ഒരുപാട് സന്തോഷിച്ചു. നടുരാത്രി രാംചരൺ ചില റൗഡികളെ വിളിച്ചുകൊണ്ട് കിഷന്റെ കടയിലേക്ക് ചെന്നു. പോയിട്ട് അവന്റെ കട നിങ്ങൾ ഹൈവേയിൽ നിന്ന് അടിച്ചു പൊട്ടിച്ചേക്കേ. നിങ്ങളൊന്നും വിഷമിക്കണ്ട. ആ റൗഡികൾ രണ്ടുപേരും ആ പിസ്സ എക്സ്പ്രസ് ഹൈവേയുടെ അടുത്തേക്ക് ചെന്നതും എതിരിൽ നിന്നും ഒരു മരത്തിന്റെ വിഴുത് വളരെ വേഗത്തിൽ അവരെ നോക്കി വന്നു. പിന്നെ അവരെ അത് പൊക്കിയെടുത്ത് ആ മരത്തിന്റെ മുകളിൽ കൊണ്ടുചെന്നു. രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. ആരെങ്കിലും ഞങ്ങൾ ഇവിടെ വന്നിട്ടൊന്ന് രക്ഷിക്കണേ. അവരുടെ ശബ്ദം കേട്ടതും ആ സ്ഥലത്തേക്ക് കിഷന്റെ കുടുംബം വന്നു. എന്നിട്ട് പറഞ്ഞു, കാണാൻ തന്നെ സന്തോഷമായിരിക്കുന്നു. രാംചരൺ മാമനെ കാണാൻ കുരങ്ങിനെ പോലെയുണ്ട്. അതെ, അവർ നമുക്ക് ചീത്ത വിചാരിച്ചു. അവർക്ക് തന്നെ സംഭവിച്ചു. എന്നോട് ക്ഷമിക്കൂ കിഷൻ, ഞാൻ വല്ലാതെ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എപ്പോഴും നിന്റെ കുടുംബവും ഞാന് ശല്യമേ ചെയ്യാൻ പോകുന്നില്ല. സായന്റെ ചേട്ടനെ ഞാനാണ് പണം കൊടുത്തിരുന്നത്. അപ്പോഴല്ലേ നിന്റെ കുടുംബം എപ്പോഴും സന്തോഷമായിട്ടേ ഇല്ലാതിരിക്കാൻ പറ്റുക. നിന്റെ കാരണം കൊണ്ടാണ് എന്റെ കുടുംബം ഇപ്പൊ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടിരുന്നത്. ഞങ്ങൾ അങ്ങനെ എന്ത് പാവാണ് ചെയ്തത്? പോ, നിന്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ നീ തന്നെ നോക്കിക്കോളൂ. കിഷനും ചായയും അവിടെ നിന്നും പോയി. രാംചരണിന് തന്റെ തെറ്റുകൾ മനസ്സിലാകാൻ തുടങ്ങി. ആ മരം അവരെ താഴേക്ക് ഇറക്കി വിട്ടു. അന്നു മുതൽ കിഷൻ തന്റെ പിസ്സ എക്സ്പ്രസ് ഹൈവേയെ വളരെ നല്ല രീതിയിൽ നടത്തി വന്നു. പിന്നെ സന്തോഷകരമായ ജീവിതം അവർ നയിച്ചു വന്നു. മനോജിന് 2 ആൺകുട്ടികളാണ്, ചിന്റു പിന്നെ പിന്റു. ചിന്റു നന്നായി പഠിക്കുകയും നല്ല അനുസരണയുള്ള കുട്ടിയായിരുന്നു. പക്ഷെ പിന്റുന്റെ മനസ്സിലാണെങ്കിൽ എപ്പോഴും കളിയുടെ ഓർമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം പിന്റു സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന് അവന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഒരു നല്ല വാർത്തയുണ്ട്. ഞാൻ തോറ്റുപോയല്ലോ. എന്താ, നീ ഫെയിൽ ആയിരുന്നു? അതെങ്ങനെയാണോ നല്ല വാർത്തയാവുന്നേ?
ഇനി എനിക്ക് പുതിയ പുസ്തകങ്ങൾ മേടിക്കാൻ നിങ്ങൾ പണം ചെലവാക്കേണ്ട ആവശ്യമില്ലല്ലോ. പഴയ ക്ലാസ്സിൽ പഴയ പുസ്തകത്തിന്റെ ആവശ്യം മാത്രമല്ലേ ഉള്ളൂ. എന്റെ ദൈവമേ, ഈ ചെറുക്കന് കുറച്ചെങ്കിലും ബുദ്ധി കൊടുക്കണേ. എടാ, പഴയ ക്ലാസ്സിന്റെ ഫീസ് കൊടുക്കണ്ടേ? അതെന്താ നീ ആലോചിക്കാഞ്ഞ്? എന്നോട് ക്ഷമിക്കണം അച്ഛാ, ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചതേയില്ല. ചിന്റു അവന്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് വന്നത്. അവനെ കുറിച്ച് ആലോചിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു. നിന്നെ കുറിച്ച് പറഞ്ഞ് അഭിമാനം തോന്നാൻ എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്തിട്ടുണ്ടോ? അച്ഛാ, ഇന്നലെ രാത്രി നിങ്ങൾ ഉറങ്ങിയപ്പോ നിങ്ങളുടെ തലയിലടിയിൽ ഞാൻ തലയാണ വെച്ചു, അത് മറന്നുപോയോ? ഒരു ദിവസം കുട്ടികളുടെ അമ്മ അവരുടെ അച്ഛനോട് പറഞ്ഞു, ഓരോ കുട്ടികളുടെ സ്വഭാവം വളരെ വ്യത്യാസമായിരിക്കും. ചിന്റുവിന് പഠിത്തത്തിലാണ് കൂടുതൽ ശ്രദ്ധ, അതുകൊണ്ട് അവൻ ഉറപ്പായിട്ടും പഠിച്ച് വലിയ ആളാകും. പക്ഷേ പിന്റൂണാണെങ്കിൽ പഠിത്തത്തിൽ ശ്രദ്ധയില്ല. അവന് പ്രായോഗിക ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നീ പറഞ്ഞത് വളരെ ശരിയാണ്. മനോജ് പിന്റുവിനെ വിളിച്ചു പറഞ്ഞു, പിന്റു, ഞാൻ നിനക്ക് 1000 രൂപ തരാം. ഇതല്ലാതെ ഈ വർഷം ഞാൻ നിനക്ക് ഒരു നയാ പൈസ തരാൻ പോകുന്നില്ല. ഈ വർഷം ഈ 1000 രൂപ നീ എവിടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് ഇതിൽ കൂടുതൽ പണം ഉണ്ടാക്കണം. എന്നിട്ട് ഈ വർഷത്തെ ചെലവ് മുഴുവനും നീയാ നോക്കണ്ടേ. പിന്റുവിന് 1000 രൂപ കിട്ടിയപ്പോ അവൻ സന്തോഷിച്ചു. പക്ഷെ അവന് മനസ്സിലാകാൻ കഴിയാഞ്ഞത് കയ്യില് വെറും 1000 രൂപ വെച്ച് ഒരു വർഷത്തെ ചെലവ് എങ്ങനെ തീർക്കണമെന്നായിരുന്നു. പിന്റു ഗ്രാമത്തില് കറങ്ങാൻ പോയി. ഒരു കൃഷിക്കാരൻ പാടത്ത് പണിയെടുക്കുന്നത് അവൻ കണ്ടു. നമ്മുടെ അടുത്ത് ഒരു പാടം ഉണ്ടല്ലോ, പക്ഷെ അച്ഛനാണെങ്കിൽ അത് ഉപയോഗിക്കാറേ ഇല്ല. ഇനി ഞാൻ ആ പാടത്ത് എന്തെങ്കിലും കൃഷി ചെയ്താലോ? എന്നിട്ട് അത് ചന്തയിൽ കൊണ്ടുപോയി അങ്ങ് വിറ്റാ മതിയല്ലോ. വിത്ത് വാങ്ങാൻ പിന്റു ചന്തയിൽ പോയി. ദുർഭാഗ്യവശാൽ അവന് അർജുൻ എന്ന പേരുള്ള ചതിയനും സാമർത്ഥ്യക്കാരന്റെ അടുത്താണ് ചെന്നത്. വിവരമില്ലാത്ത കുട്ടിയാന്ന് വിചാരിച്ച് അർജുൻ പിന്റുവിന് ഒന്നിനും കൊള്ളാത്ത വഴുതന വിത്താണ് കൊടുത്തത്. പിന്റു വിത്തിട്ട് വഴുതന കിളിച്ചു വന്നപ്പം അതിലുണ്ടായ വഴുതനമെല്ലാം കേടുള്ളതായിരുന്നു. ഞാൻ ഇത്രയും നാൾ അധ്വാനിച്ചത് വെറുതെ ആയി പോയെന്ന് തോന്നുന്നു. ഒന്നിനും കൊള്ളാത്ത ഈ വഴുതനിങ്ങ ആര് മേടിക്കാനാ? പിന്റു വഴുതനം അതുപോലെ തന്നെ വിട്ടു. എന്നിട്ട് വളരെ വിഷമത്തോടെ നദിയുടെ കരയിൽ ചെന്നിരുന്നു. പിന്റു കണ്ടത് ഗ്രാമത്തിലെ ഒരുപാട് ആൾക്കാര് നദി മറികടന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നു. അവർക്ക് നദി മറികടന്ന് അപ്പുറത്തു പോകാൻ ഒരുപാട് നേരം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം നദിയില് ഒരു വള്ളം മാത്രമേ ഉള്ളൂ. പിന്റു കയ്യിലുണ്ടായിരുന്ന ബാക്കി പണം കൊണ്ട് ഒരു വള്ളം മേടിച്ചു. എന്നിട്ട് ആൾക്കാരെ നദിയുടെ മറ്റേ കരയിൽ എത്തിച്ചു. വള്ളം തുഴഞ്ഞ് നദി മറികടക്കാൻ പിന്റുവിന് ഒരുപാട് അധ്വാനിക്കേണ്ടി വന്നു. അതിന്ന് കിട്ടുന്ന സമ്പാദ്യം കുറവും. ദിവസം മുഴുവനും അധ്വാനിച്ചിട്ടും 100 രൂപ പോലും കിട്ടാറില്ല. ഒരു ദിവസം അധ്വാനിച്ചിട്ട് അവൻ പാടത്തെത്തിയപ്പം അവിടെ നിന്നിരുന്ന വഴുതനമെല്ലാം ഇപ്പോ ഒരു ആനയുടെ വലുപ്പത്തിൽ ഉണ്ടായിരിക്കുന്നു. ഒന്നിനും കൊള്ളത്തില്ലെന്ന് വിചാരിച്ച് ഇത്രയും വലിയ വഴുതനിങ്ങയോ? എനിക്കിതിനെ ഏത് രീതിയിലാ ഉപയോഗിക്കാൻ പറ്റുന്നേ? ഈ വലിയ വഴുതനിങ്ങ ഉപയോഗിച്ച് ഞാനൊരു വള്ളം ഉണ്ടാക്കിയാലോ? വഴുതനിങ്ങയും കൊണ്ടുണ്ടാക്കിയ വള്ളത്തിൽ ആൾക്കാർക്ക് കേറാൻ ഇഷ്ടമാണെങ്കിലോ? പിന്റു വലിയൊരു അറക്കുവാള് കൊണ്ടുവന്നു. എന്നിട്ട് വഴുതനം ഇടയ്ക്കൊന്ന് വെച്ച് അറുത്തു. പിന്നെ വഴുതനത്തിനകത്തുള്ള കേടായ കുരുവെല്ലാം എടുത്ത് പുറത്തു കളഞ്ഞു. എന്നിട്ട് അതിനകത്ത് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി. വഴുതനം കൊണ്ടുണ്ടാക്കിയ വള്ളം അവൻ നദിയിൽ ഇറക്കിയപ്പോ എല്ലാവരും അതിശയിച്ച് ഇത് നോക്കാനായിട്ടെത്തി. പിന്റു ആ വള്ളത്തിനകത്ത് യാത്ര ചെയ്യാൻ ഓരോ ആളുടെ കയ്യിൽ നിന്നും 200 രൂപ മേടിച്ചു. ഇങ്ങനെ അവൻ ഒരു ദിവസം 1000 രൂപ സമ്പാദിച്ചു. ഒരു വഴുതനം വെള്ളത്തിനകത്ത് കിടന്ന് ചീത്തയാകുമ്പം അവൻ പാടത്തു പോയി വേറൊരു വഴുതനം വെട്ടിക്കൊണ്ടുവരും. എന്നിട്ട് അതുകൊണ്ട് വള്ളം ഉണ്ടാക്കും. എന്തിനു വള്ളം മാത്രമാക്കുന്ന ഈ വഴുതനിങ്ങയ്ക്കകത്ത് ഒരു കുടിലും കൂടെ ഉണ്ടാക്കിയ പിന്നെ ഇതിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ടല്ലോ. ഈ പ്രാവശ്യം പിന്റു വഴുതനം നടുക്കൂന്നല്ലായിരുന്നു അറുത്തത്. ഈ പ്രാവശ്യം അവൻ വഴുതനം വെട്ടിയ രീതി കാരണം വഴുതനം കൊണ്ട് വള്ളം മാത്രമല്ല അതിലൊരു കുഞ്ഞു കുടിലും ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ ബോട്ട് ഹൗസ് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ദൂരെയുള്ള സ്ഥലത്തുനിന്ന് വരുമായിരുന്നു. പിന്റു പാടത്തുണ്ടായിരുന്ന വഴുതനം എല്ലാം എടുത്ത് ഒരു ഹൗസ് ബോട്ട് ഉണ്ടാക്കി നദിയിൽ ഇറക്കി. ഈ പ്രാവശ്യം പിന്റു ലക്ഷക്കണക്കിന് രൂപയാണ് സമ്പാദിച്ചത്. കൊള്ളാമല്ല പിന്റു, പുസ്തകത്തിൽ നിനക്ക് ശ്രദ്ധയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നിനക്ക് നല്ല കഴിവുണ്ടെന്ന് നീ എല്ലാവരും തെളിയിച്ചു. പിന്റുവിന് ഒന്നിനും കൊള്ളാത്ത വഴുതന വിത്ത് കൊടുത്ത കടക്കാരൻ പിന്റുവിന്റെ സമ്പാദ്യം കണ്ട് അയാൾക്ക് ദേഷ്യം വന്നു. ഒരു ദിവസം അർജുൻ ഒരു ഉദ്യോഗസ്ഥന്റെ വേഷം ധരിച്ച് ജലസേചനം ഡിപ്പാർട്ട്മെന്റിൽ ഒളിഞ്ഞു കയറി. എന്നിട്ട് നദിയുടെ അരികിലുള്ള ഡാമിലെ വെള്ളം തുറന്നു വിട്ടു. നദിയില് വെള്ളപ്പൊക്കമുണ്ടായി. എന്നിട്ട് അവിടെ നിന്നിരുന്ന പിന്റുവിന്റെ ബോട്ട് ഹൗസ് ഒഴുകിപ്പോയി. അർജുൻ പോയി പിന്റുവിനോട് പറഞ്ഞു, എന്താ അനിയ, എന്തു പറയുന്നു? ഈ വെള്ളപ്പൊക്കം കണ്ട് നിനക്ക് സന്തോഷമായോ?
അപ്പൊ ഡാമിലെ വെള്ളം തുറന്നത് നിങ്ങളായിരുന്നു. അതെ, ഞാൻ തന്നെ ചെയ്തത്. നീ ഒരു കുട്ടിയാന്ന് വിചാരിച്ചിട്ടാണ് ഒന്നിനും കൊള്ളാത്ത ആ വിത്ത് നിനക്ക് ഞാൻ തന്നത്. ആ വിത്ത് ഉപയോഗിച്ച് നീ ഒരുപാട് പണം ഉണ്ടാക്കിയില്ലേ? ഇനി നീ എങ്ങനെ പണം ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് കാണണം. ഞാനൊരു പാവം കുട്ടിയെന്ന് നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ തെറ്റ്. ഞാനൊരു വലിയ വഴുതനങ്ങയുടെ വിത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഒരിക്കൽ കൂടി വഴുതന ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഞാൻ എന്റെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഡാമിലെ വെള്ളം നിങ്ങളാണ് തുറന്നു വിട്ടത്, നിങ്ങളിപ്പം പറഞ്ഞതല്ലേ ഉള്ളൂ. പിന്റു പോലീസ് സ്റ്റേഷനിൽ പോയി അർജുനെതിരെ പരാതി കൊടുത്തു. അനധികൃതമായിട്ട് വെള്ളം തുറന്നു വിട്ടതിന്റെ കുറ്റത്തിന് അർജുനെ ശിക്ഷിച്ച് ജയിലിലിട്ടു. കയ്യിലുണ്ടായിരുന്ന വിത്തും കൊണ്ട് പിന്റു ഒരിക്കൽ കൂടി വലിയ വഴുതനം കിളിപ്പിച്ചു. പിന്റുവിന്റെ ബോട്ട് ഹൗസിന്റെ പണി വീണ്ടും തുടങ്ങി. ഒരു ഗ്രാമത്തില് ബോല എന്ന പേരുള്ള ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ബോലയ്ക്ക് മധുരം ഒരുപാട് ഇഷ്ടമായിരുന്നു. അവന്റെ അമ്മ അവൻ എത്ര പണം കൊടുത്താലും അതുമായിട്ട് ചങ്കൂലാലിന്റെ മുട്ടായി കടയിലേക്ക് പോകും. എന്നിട്ട് ഇഷ്ടപ്പെട്ട മിഠായി മേടിച്ച് കഴിക്കും. നാട്ടുകാര് പറയുന്നത് ഭോലയുടെ തലയ്ക്കകത്ത് ബുദ്ധിയില്ലെന്നാണ്. ഭോലയുടെ അമ്മ എപ്പോഴും ഈ കാര്യം എതിർക്കുമായിരുന്നു. ഒരു ദിവസം ചങ്കുലാലിന്റെ ഭാര്യ പുലർച്ചയ്ക്ക് തന്നെ ഭോലയുടെ വീട്ടിൽ വന്നു. അതെ ഭോലയുടെ അമ്മേ, നിങ്ങളുടെ മകൻ എന്താ ചെയ്തേന്ന് കണ്ടില്ലേ? എന്താ ഗീത, കാര്യം പറ. ഞാൻ അമ്പലത്തിൽ പൂജയ്ക്ക് വേണ്ടി 50 രൂപയുടെ മുട്ടായിയാണ് പ്രസാദമായിട്ട് കൊടുക്കാൻ കൊടുത്തത്. ഞാൻ അവിടുന്ന് പുറത്തിറങ്ങിയതും നിങ്ങളുടെ ഭോല അത് മുഴുവനും കഴിച്ചു തീർത്തു. അല്ല ഗീതേ, ദൈവം മുട്ടായി കഴിക്കാറില്ലല്ലോ. ഭോല അത് എടുത്തു വെച്ച് കഴിച്ചെന്ന് വെച്ച് അത് അത്രയ്ക്ക് വലിയ പ്രശ്നമാക്കണോ? അല്ലേലും പൂജ കഴിയുമ്പം പ്രസാദം എല്ലാവർക്കും കൊടുക്കുന്നത് പതിവാണല്ലോ. കണ്ടില്ലേ അവന്റെ അമ്മ പറയുന്നത്? ചെയ്ത തെറ്റിന് അവനെ വഴക്ക് പറയാതെ അവൻ ചെയ്ത കാര്യമെല്ലാം ന്യായീകരിക്കാൻ അവരെ നോക്കുന്നേ. ഇങ്ങനെ മധുരം കഴിക്കുന്ന ഇഷ്ടമാണെങ്കിൽ പിന്നെ പണം കൊടുത്ത് മേടിച്ച് കഴിച്ചാ പോരെ? ബുദ്ധി നിങ്ങളുടെ ചെറുക്കന് മാത്രമല്ല നിങ്ങൾക്കും ഇല്ലെന്ന് മനസ്സിലായി. ഭോല കാരണം നാട്ടുകാര് പറയുന്ന പരാതിയും കുറ്റങ്ങളും എല്ലാം അമ്മയ്ക്ക് കേൾക്കേണ്ടി വന്നു. ഭോലയുടെ തലയ്ക്കകത്ത് ബുദ്ധിയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ദൈവമേ, നാട്ടുകാര് പറയുന്ന കേട്ട് സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണേ. അമ്മേ, നിങ്ങള് ദൈവത്തിനോട് ദിവസവും എന്താ ചോദിക്കുന്നേ? മോനെ, ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ ഒന്നും വെറുതെ ആകാറില്ല. ഒരു ദിവസം ചങ്കുലാൽ കടയില് രസഗുല്ല ഉണ്ടാക്കി. ഭോല രസഗുല്ല കണ്ടപ്പം അത് കഴിക്കാൻ അവന് കൊതിയായി. അവൻ കടയിൽ പോയി അയാളോട് പറഞ്ഞു, ചിറ്റപ്പ, എനിക്ക് കഴിക്കാൻ 10-12 രസഗുല്ല തരാമോ? അതിനെന്താ, തീർച്ചയായിട്ടും തരാം. പക്ഷെ ആദ്യം 300 രൂപ എടുത്തോണ്ട് വാ. റസഗുല്ലയ്ക്ക് നല്ല വിലയാ. ചിറ്റപ്പ, ഞാൻ നിങ്ങൾക്ക് മുൻപും ഒരുപാട് പണം തന്നിട്ടുണ്ടല്ലോ. പക്ഷെ നീ തന്ന പണത്തിന് പകരമായിട്ട് നിനക്ക് ഒരുപാട് മിഠായി തന്നിട്ടുണ്ടല്ലോ. നിനക്ക് കഴിക്കാൻ പുതിയ മുട്ടായി വേണമെങ്കിൽ നീ പണം എടുത്തോണ്ട് വരണം. ഭോല ഓടി വീട്ടിലേക്ക് വന്നു. അവന്റെ അമ്മ ചന്തയിൽ പോയി. ഭോല മൺകലം ഉടച്ചു. പക്ഷെ അതിൽ കുറച്ച് നാണയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭോല നാണയങ്ങളായിട്ട് മുട്ടായി കടക്കാരന്റെ അരികിലെത്തി. ഇത്രയും പണം കൊണ്ട് എന്ത് ചെയ്യാനാ? ഇനിയും പണം വേണം മുട്ടായിക്ക്. ചിറ്റപ്പ, ഞാൻ ഒരു രസഗുല്ല ഒന്ന് കഴിച്ചു നോക്കട്ടെ. വേണ്ട, കഴിക്കണ്ട. അല്ലേലും സേഠിയുടെ അവിടുന്ന് 5 കിലോ റസഗുല്ലയുടെ ഓർഡർ ആണ് വന്നിരിക്കുന്നത്. ഇനി ഈ റസഗുല്ല നിനക്ക് 300 രൂപയ്ക്കും കിട്ടാൻ പോകുന്നില്ല. ചിറ്റപ്പ, ദൈവം നിങ്ങൾക്ക് ഒരുപാട് പണം തരട്ടെ. എനിക്ക് കഴിക്കാൻ ഒരു രസഗുല്ല മാത്രം മതി. നാട്ടുകാര് പറയുന്നതേ ശരിയാ. നിന്റെ തലയ്ക്കകത്ത് ബുദ്ധിയില്ലെന്ന്. നിനക്ക് കഴിക്കാൻ രസഗുല്ല ദൈവത്തിനോട് ചോദിച്ചാൽ മതി. വെറുതെ ഇവിടെ നിന്ന് വാചമടിക്കാതെ പോകാൻ നോക്ക് നീ. അമ്മ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും പ്രാർത്ഥിച്ച അത് വെറുതെ ആവില്ലെന്ന്. ഭോല റസഗുല്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്പലത്തിലേക്ക് പോകുമായിരുന്നു. വഴിയിൽ അവന് പരിക്കേറ്റ ഒരു പൂച്ചയെ കണ്ടു. ഭോല അമ്പലവും റസഗുല്ലയെ കുറിച്ചൊക്കെ മറന്നുപോയി. അവൻ പൂച്ചയുടെ പരിക്ക് കഴുകി, എന്നിട്ട് മുറിവ് കെട്ടിവെച്ചു. അപ്പോഴാണ് ഒരു സ്ത്രീ അവിടെ എത്തിയത്. വളരെ നന്ദിയുണ്ട് മോനെ, ഈ പൂച്ച എന്റേതാണ്. വീട്ടിൽ നിന്ന് ഓടിപ്പോയതാ. അങ്ങനെ വഴി വെച്ചായിരിക്കും അതിന്റെ കാലെ പരിക്കേറ്റത്. ആരാണ് നീ? എവിടാ ഈ പോകുന്നേ? എന്റെ പേര് ഭോല എന്നാണ്. റസഗുല്ലയ്ക്ക് വേണ്ടി ഞാൻ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോവായിരുന്നു. എന്റെ അമ്മ പറയുന്നത് നല്ല ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച മനസ്സിലെ ആഗ്രഹം നടക്കുമെന്നാണ്. നിന്റെ അമ്മ പറഞ്ഞത് ശരിയാണ്. ആ സ്ത്രീ ഭോലയുടെ കൈകൾ അവരുടെ കണ്ണിന് മുകളിൽ വെച്ചു. എന്നിട്ട് അവരുടെ പൂച്ചയെടുത്ത് അവരവിടുന്ന് പോയി. ഭോല അന്ന് തിരിച്ചു വീട്ടിലെത്തിയപ്പോ അവന്റെ വീടിന്റെ മുറ്റത്ത് റസഗുല്ലയുടെ മഴ പെയ്യുന്നതാണ് കണ്ടത്. ഭോല, പെട്ടെന്ന് വാ,
നമ്മുടെ വീടിന്റെ മുറ്റത്ത് റസഗുല്ലയുടെ മഴ പെയ്യുന്ന നീ കണ്ടില്ലേ? ഞാൻ വീട്ടിലെ എല്ലാ പാത്രത്തിൽ റസഗുല്ല നിറച്ചിട്ടുണ്ട്. ഇനി നിനക്ക് ഇഷ്ടംപോലെ മിഠായി കഴിക്കാലോ. ഭോലയും അവന്റെ അമ്മയും ഒരുപാട് റസഗുല്ല കഴിച്ചു. അമ്മേ, ഇത്രയും രസഗുല്ല നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല. തുടർച്ചയായിട്ട് രസഗുല്ലയുടെ മഴ പെയ്യുന്നു. നമ്മൾ ഇത് വിൽക്കുന്നതായിരിക്കും ശരി. നീ പറഞ്ഞ ശരിയാ. ഭോലയും അവന്റെ അമ്മയും മുറ്റത്ത് തന്നെ റസഗുല്ലയുടെ കട തുടങ്ങി. ഒരുപാട് പേര് വന്ന് വാങ്ങുന്നത് കൊണ്ട് അവർക്ക് ശരിക്കും ലാഭം ഉണ്ടായി. പക്ഷെ ചങ്കുവിന്റെ ഭാര്യ ഇത് കണ്ടപ്പോ അവർക്ക് ശരിക്കും അസൂയ തോന്നി. അവര് ചങ്കുവിനോട് പറഞ്ഞു, എന്റെ അടുത്ത് ഒരു പദ്ധതിയുണ്ട്. അത് പ്രയോഗിച്ച ഭോലയുടെ മുറ്റത്ത് വീഴുന്ന റസഗുല്ല എല്ലാം നമുക്ക് സ്വന്തമാക്കാം. ചങ്കുവിന്റെ ഭാര്യ അയാളുടെ ചെവിയില് ഒരു കാര്യം പറഞ്ഞു. അടുത്ത ദിവസം പുലർച്ചയ്ക്ക് ഭോലയും അവന്റെ അമ്മയും ഉറങ്ങി എണീറ്റപ്പോ അവരുടെ വീടിന്റെ മുറ്റത്ത് നല്ല ഉയരത്തില് ഒരു ടെന്റ് കെട്ടിയിരിക്കുന്നതാണ് അവര് കണ്ടത്. റസഗുല്ല താഴെ തറയിൽ വീഴുന്നില്ല. റസഗുല്ലയെല്ലാം ടെന്റിന്റെ മുകളിൽ തന്നെ കെട്ടിക്കിടക്കുന്നു. ചങ്കുലാൽ ടെന്റിലുള്ള റസഗുല്ലയെല്ലാം ഒരു പാത്രത്തിലാക്കി കടയിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ആരോട് ചോദിച്ചാ ഈ ടെന്റ് നിങ്ങൾ കെട്ടിയത്? വീടിന്റെ മുറ്റം നിങ്ങളുടേതാണ്, പക്ഷെ അതിന് മുകളിലുള്ള ആകാശം അത് നിങ്ങളുടേതല്ലല്ലോ. അതില് എല്ലാവർക്കും അധികാരമുണ്ട്. ഞാൻ ഈ ടെന്റ് നേതാവിനോട് ചോദിച്ചിട്ടാണ് വെച്ചത്. ഭോലയുടെ അമ്മ പ്രധാനിയുടെ അരികിൽ ചെന്നു. പക്ഷെ പ്രധാനി അവര് പറയുന്ന ഒന്നും കൂട്ടാക്കിയില്ല. കാരണം ചങ്കു പ്രധാനിക്ക് മുൻപേ കൈക്കൂലി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭോലയുടെ വ്യാപാരം അവിടെ നിന്നു. പക്ഷെ ചങ്കു ഫ്രീ ആയിട്ട് കിട്ടിയ റസഗുല്ല വിറ്റ് ലാഭമുണ്ടാക്കി. ഭോല സങ്കടപ്പെട്ട് അത്ഭുതമുള്ള സ്ത്രീയെ അന്വേഷിച്ചു നടന്നു. അവൻ ആ സ്ത്രീയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ സ്ത്രീ ഭോലയുടെ ചെവിയില് ഒരു കാര്യം പറഞ്ഞു. അടുത്ത ദിവസം പുലർച്ചയ്ക്ക് നാട്ടുകാർ ഉറങ്ങി എഴുന്നേറ്റപ്പോ ഓരോ വീടിന്റെ മുറ്റത്ത് ഓരോ ടെന്റ് വീതം കെട്ടിട്ടുണ്ട്. ഈ ടെന്റിന് തീ പിടിച്ചിട്ടുണ്ട്. ഗ്രാമത്തിൽ ഒച്ചയും ബഹളവുമായി. എന്റെ ദൈവമേ, ഇതാരാ എങ്ങനെ ചെയ്തേ? ചൂടും പുകയും കാരണം മനുഷ്യർ ഇവിടെ ചാകും. ഇത് ചെയ്തത് ഞാനാണ്. വീടിന്റെ മുകളിലുള്ള ആകാശത്തിൽ മുറ്റത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അധികാരമില്ലെങ്കിൽ പിന്നെ എനിക്ക് തോന്നിയതുപോലെ ചെയ്യാമല്ലോ. നിങ്ങൾ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ടെന്റ് ഇട്ട് റസഗുല്ല എല്ലാം എടുത്തു. ഞാൻ നാട്ടുകാരന്റെ വീടിന്റെ മുറ്റത്ത് ടെന്റ് അടിച്ച് അതിന് തീ വെച്ചു. നാട്ടുകാരെല്ലാവരും ചങ്കുലാലിനോട് ദേഷ്യപ്പെട്ടു. എന്നിട്ട് ഭോലയുടെ വീടിന്റെ മുറ്റത്തുനിന്ന് ടെന്റ് മാറ്റാൻ അവരയാളെ നിർബന്ധിച്ചു. ഇങ്ങനെ പോയാൽ മനുഷ്യർക്ക് ജീവിക്കാൻ പ്രയാസമായിരിക്കും. വീടിന്റെ മുകളിലുള്ള ആകാശം ആ വീട്ടിലെ ആൾക്കാർക്ക് അവകാശപ്പെട്ടത് തന്നെ. ചങ്കുലാലിന് ടെന്റ് മാറ്റേണ്ടി വന്നു. ഭോലയുടെ വീടിന്റെ മുറ്റത്ത് ഒരിക്കൽ കൂടി റസഗുല്ലയുടെ മഴ പെയ്യാൻ തുടങ്ങി. അവൻ ആ റസഗുല്ല വിറ്റ് സന്തോഷമായ ജീവിതം നയിക്കാൻ തുടങ്ങി. ഒരു ഗ്രാമത്തിൽ ശേഖർ എന്നു പേരുള്ള 22 വയസ്സ് യുവാവ് ഉണ്ടായിരുന്നു. ശേഖർ പഠിക്കുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിശാലിയായിരുന്നു. പക്ഷെ ശേഖറിന്റെ അച്ഛനും അമ്മയും വളരെ പാവപ്പെട്ടവരാണ്. ശേഖർ കോളേജിലേക്ക് പോകേണ്ട സമയം എത്തിയപ്പോൾ അവന്റെ അച്ഛൻ കമൽ പ്രസാദ് തന്റെ മകനോട് എന്തു പറഞ്ഞെന്നാൽ, ഇവിടെ നോക്കുമോനെ, ഞങ്ങളെ കൊണ്ട് എത്ര പറ്റാൻ പറ്റുന്നുണ്ടോ അത്രയും തന്നെ ഞങ്ങൾ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനു മേലിൽ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ എന്തിനാ പറയുന്നത് വെച്ചാ നിങ്ങൾക്ക് തന്നെ അറിയാലോ, എനിക്ക് കോളേജിലേക്ക് പോകുന്നത് എന്റെ സ്വപ്നമാണ്. ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് ഒരു വലിയ ആളാണെന്ന് ആഗ്രഹിക്കുന്നു. ശേഖർ പറഞ്ഞത് കേട്ടിട്ട് ശേഖറിന്റെ അമ്മ അനീത വളരെ സ്നേഹപൂർവ്വം അവനെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, എല്ലാ അച്ഛനമ്മയും ഇതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. തന്റെ മകൻ വലിയവനായി നല്ല കോളേജിലേക്ക് പോകണം, തന്റെ മാതാപിതാക്കളുടെ പേര് രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ നിനക്കറിയാം, നിന്റെ അച്ഛൻ കൂലിപ്പണി ചെയ്ത് നിന്നെ ഇതുവരെ പഠിപ്പിച്ചിരിക്കുന്നു. കോളേജിലേക്ക് ഫീസ് കെട്ടാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുകയില്ല. ഒരു കുഴപ്പമില്ലാമേ, എനിക്ക് അച്ഛന്റെ വേദന നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ ഓരോ ഉറുപ്പ ചേർത്ത് വെച്ചിട്ടാണ് എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്. എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ ഞാൻ വലിയ ആളായിട്ടുണ്ട്. ഞാൻ ഇത്രയും ദിവസം വളരെ നന്നായി പഠിച്ചതുകൊണ്ട് ഞാൻ ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ട് എനിക്ക് കോളേജ് ഫീസും കെട്ടാൻ പറ്റും. ഈ ഗ്രാമത്തിലെ നീ മാത്രമേ 12ാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നിനക്ക് തന്നെ അറിയാം, നമ്മുടെ ഗ്രാമത്തലവൻ യാതൊരു അച്ഛനമ്മയെയും അവരുടെ മക്കൾ പഠിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന്.
ഈ ഗ്രാമത്തിലെ ഏതൊരു അച്ഛനമ്മയും തന്റെ മക്കളെ പഠിപ്പിക്കണമെന്ന് കരുതിയാൽ തന്നെ ആ തലവൻ അവരുടെ കാതുകളിൽ എന്തെങ്കിലും അനാവശ്യം പറയും. നിന്റെ അമ്മ പറയുന്നത് വളരെ ശരി തന്നെയാണ്. ജനങ്ങളെല്ലാരും പഠിപ്പിന്റെ നന്മയാണ് പറയുന്നത്. പക്ഷെ നമ്മളെ ഗ്രാമത്തിന്റെ തലവനുണ്ടല്ലോ, പഠിപ്പിന്റെ കഷ്ടം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, പഠിച്ചതിന് ശേഷം എല്ലാരും പാവപ്പെട്ടവനാവുന്ന ഒരു ജോലിയും കിട്ടില്ലെന്ന്. ജോലി തേടിയിട്ട് കഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. പിന്നെ പഠിച്ച ആൾക്കാര് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് പറയും. മോനെ, നീ ഇനി മുതൽ നിന്റെ അച്ഛനെ കുറച്ച് ജോലിയിൽ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അച്ഛന്റെ പ്രായവും കൂടിക്കൊണ്ടേ വരുന്നു. നിങ്ങൾ എന്താ വിചാരിക്കുന്നമ്മേ? അച്ഛൻ വന്നിട്ട് വിശ്രമിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലേ? ഇപ്പൊ നിങ്ങൾ തന്നെ പറയും, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനും അച്ഛനെ പോലെ തന്നെ ഒരു കൂലി ജോലി ചെയ്യണോ? ഇല്ല അമ്മേ, ഞാൻ വേറെ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് ശേഖർ അവിടെ നിന്നും പോയി. കമലാപ്രസാദ് തന്റെ ഭാര്യയെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, ഒരു കുഴപ്പമില്ല, അവൻ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിൽ തെറ്റെന്താ ഉള്ളത്? എന്റെ മനസ്സെന്ത് പറയുന്ന വെച്ചാൽ എന്റെ മകൻ തീർച്ചയായിട്ടും നല്ലത് ചെയ്യുമെന്നാണ്. അടുത്ത ദിവസം ശേഖർ തന്റെ ബാഗ് പാക്ക് ചെയ്ത് സിറ്റിയിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. എവിടേക്ക് പോകുന്നു ശേഖർ? ഞാൻ സിറ്റിയിലേക്ക് പോവാണമ്മേ. സിറ്റിയിൽ എന്റെ ഫ്രണ്ട് നിതിൻ ഉണ്ടമ്മേ. ഞാൻ അവന്റെ കൂടെ ചേർന്ന് അവന്റെ റൂമിൽ തന്നെ താമസിച്ചോളാം. പിന്നെ അവിടെ എനിക്ക് ട്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കുറെ കുട്ടികൾ അവിടെ ഉണ്ടാവും. നിങ്ങൾ ഒരു കാര്യത്തിന് വിഷമിക്കണ്ട. എല്ലാ കാര്യവും ശരിയായതിനു ശേഷം എല്ലാ മാസം നിങ്ങൾക്ക് ഞാൻ മണി ഓർഡർ അയച്ചേക്കാം, പേടിക്കണ്ട. ഇങ്ങനെ പറഞ്ഞിട്ട് ശേഖർ വീട്ടിൽ നിന്നും തിരിച്ചുപോയി. ശേഖർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയതേയുള്ളൂ. അപ്പോഴാണ് ഗ്രാമത്തലവൻ നടന്ന് അവിടേക്ക് വന്നത്. അവിടെ വന്ന് ശേഖരെ നോക്കിയിട്ട് തലവൻ ശേഖറിനോട് കളിയാക്കുന്ന രീതിയിൽ എന്തു പറഞ്ഞെന്നാൽ, എന്താണ് കാര്യം ശേഖർ? എങ്ങോട്ടാണ് നീ പുറപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ സിറ്റിയിലേക്ക് പോവാണ് മുതലാളി. ആ, എനിക്കും അറിയാം, നീ സിറ്റിയിലേക്ക് പോയിട്ട് കോളേജ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലേ. ഇപ്പോഴുള്ള പിള്ളേർക്കൊക്കെ കുറച്ചും പോലും അക്കരെയുള്ളത് ഒരു കാര്യവും ഇല്ല. അച്ഛൻ കൂലി ജോലി ചെയ്ത് വല്ലാതെ വയസ്സായി നിൽക്കുകയാണ്. നീ അവർക്ക് സഹായിക്കാണ്ടിരിക്കാണ്ട് നീ സിറ്റിയിൽ പോയിട്ട് ഊർജിറ്റാൻ പോവുകയാണോ? നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിക്കോളൂ മുതലാളി. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഞാനും എന്റെ അച്ഛനെ പോലെ തന്നെ കൂലി ജോലി ചെയ്യുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ എന്റെ വരുംകാല സന്തതിന് ഇത്രയും കഷ്ടപ്പാട് കൊടുക്കാൻ പാടില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് ശേഖർ ബസ്സിൽ കയറി. പിന്നെ കുറച്ചു സമയത്തിനകം അവൻ സിറ്റിയിലേക്ക് ചെന്നു ചേർന്നു. സിറ്റിയിൽ അവൻ തന്റെ കൂട്ടുകാരൻ നിതിന്റെ അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് അവനെ അവിടെ കണ്ടതും നിതിൻ ഷോക്കായി പോയി. എന്താണ് കാര്യം ശേഖർ? നീ എന്താ പെട്ടെന്ന് ഇവിടെ വന്നിരിക്കുന്നത്? ശേഖർ എല്ലാ കാര്യങ്ങളും നിതിനോട് പറഞ്ഞു. ഇതെന്തോ എനിക്ക് ശരിയില്ലെന്നാ തോന്നുന്നത്. പക്ഷെ എന്നെ കൊണ്ട് ഇപ്പൊ തന്നെ സഹായിക്കാൻ പറ്റില്ലല്ലോ. എന്റെ റൂം പാർട്ട്ണർ ഇന്നും 2 ദിവസത്തിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കും. ഒരു കുഴപ്പമില്ല, ഞാൻ ഇവിടുത്തെ തറയിൽ തന്നെ വിരിച്ചിട്ട് ഞാൻ കിടന്നോളാം. പിന്നെ നീയും നിന്റെ റൂം പാർട്ട്ണറും കോളേജിലേക്ക് നിങ്ങൾ പുറപ്പെട്ടു പോയേക്കും. ഞാൻ രാവിലെയും വൈകുന്നേരം കുട്ടികൾക്ക് ട്യൂഷൻ പറഞ്ഞു കൊടുക്കും. പിന്നെ നിന്റെ കൂടെ ചേർന്നിട്ട് ഞാൻ കോളേജിലേക്കും വരും. ഐ എം സോറി ശേഖർ, ഈ കാര്യം കേൾക്കാൻ വേണ്ടി വളരെ നന്നായിട്ടുണ്ടാവും. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ 3 പേരും ഒരേ മുറിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നീ ഇവിടുന്ന് പോയാലേ നന്നായിട്ടുണ്ടാവുള്ളൂ. പിന്നെ എന്തായാലും നീ ഗ്രാമത്തിൽ നിന്റെ അച്ഛനമ്മേനെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത് അത് നന്നായിട്ടുണ്ടാവരാൻ തോന്നുന്നത്. പോയിട്ട് അവർ കൂടെ പോയിട്ട് കൂലി ജോലി നിൽക്ക്. ശേഖർ മുഖത്ത് സങ്കടത്തോടു കൂടി അവിടെ നിന്നും പോയി. പിന്നെ ഫുട്പാത്തിലിരുന്ന് ആലോചിക്കാൻ തുടങ്ങി. ഒരു പക്ഷെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയാൽ അവരെല്ലാരും ചേർന്ന് എന്നെ കളിയാക്കല്ലോ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഇപ്പൊ എങ്ങോട്ടാ പോവുക? ശേഖർ ഒരുപാട് സമയം വരെ ആഴ്ന്നു ചിന്തിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഒരു വയസ്സായ മുത്തശ്ശൻ ശേഖറിനോട് വന്ന് എന്തു പറഞ്ഞെന്നാൽ, ഞാൻ നിന്നെ കുറെ നേരമായിട്ട് നോക്കുന്നുണ്ട് മോനെ. നീ ഇങ്ങനെ ഫുട്പാത്തില് വല്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറയൂ. ശേഖറിന് ആ വയസ്സായ ആളെ കണ്ടതും അവനെ തന്റെ അച്ഛനെ പോലെ തോന്നാൻ തുടങ്ങി. ശേഖർ എല്ലാ കാര്യങ്ങളും ആ വയസ്സനായ ആളോട് പറഞ്ഞു. അതായത് തന്റെ കൂട്ടുകാരൻ നിതിൻ എങ്ങനെ അവനെ അപമാനിച്ച റൂമിൽ നിന്നും പറഞ്ഞയച്ചു എന്ന്. നീ എന്താ മോനെ പഠിച്ചാൽ മാത്രമാണ് വലുതാവാൻ പറ്റുന്നത് വിചാരിക്കുന്നത്? ഇപ്പൊ ലോകം വല്ലാതെ മാറിയിട്ടുണ്ട്. നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. പഠിപ്പ് വളരെ ജീവിതത്തിൽ മുഖ്യമാണ് മോനെ. പക്ഷേ അതിനെക്കാട്ടും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിലുള്ള വലിയ വലിയ ബിസിനസ്മാൻ പിന്നെ വലിയ വലിയ കമ്പനീന്റെ മുതലാളിയൊക്കെ അവരൊക്കെ ജീവിതത്തിൽ വളരെ കുറവായിട്ടാണ് പഠിച്ചിരിക്കുന്നത്. എൻ്റെ അടുത്ത് ഒരു പിസ്സ കടയുണ്ട്. നിനക്ക് വേണമെങ്കിൽ നീ എൻ്റെ കടയിൽ വന്നിട്ട് എന്നെ ജോലി ചെയ്യൂ. പിന്നെ രാത്രി നിനക്ക് അവിടെ തന്നെ താമസിക്കാം. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ നിനക്ക് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവണ്ട. ശേഖറിനെ ആ വയസ്സായ മനുഷ്യൻ പറഞ്ഞത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ദിവസത്തിനു ശേഷം ശേഖർ ആ വയസ്സായ മുത്തശ്ശന്റെ കടയിൽ ഡെലിവറി ബോയ് ജോലി ചെയ്യാൻ തുടങ്ങി. അവൻ ദിവസം മുഴുവൻ കഷ്ടപ്പെട്ട് പിസ്സ ഡെലിവറി ചെയ്യും. പിന്നെ രാത്രി സമയത്ത് ആ വയസ്സായ മുത്തശ്ശൻ കട മൂടിയിട്ട് പോയതിനു ശേഷം ശേഖർ അദ്ദേഹത്തിന്റെ കടയിൽ തന്നെ ഇരുന്ന് രാത്രി മുഴുവൻ പഠിക്കും.
പതുക്കെ പതുക്കെ ശേഖറിനും മനസ്സിലാകാൻ തുടങ്ങി. അതായത് പഠിത്തവും വ്യാപാരവും രണ്ടും വേറെ വേറെ ആണെന്ന്. ഒരു ദിവസം ശേഖർ ആ വയസ്സനായ ആളോട് പറഞ്ഞു, ഞാൻ പിസ്സ ചെയ്യാൻ പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ തീർച്ചയായും മോനെ, ഇന്ന് തന്നെ നീ കിച്ചണിൽ പോയി പഠിച്ചോളൂ. ശേഖർ കുറച്ചു ദിവസത്തിൽ തന്നെ നന്നായിട്ട് പീസ ചെയ്യാൻ തുടങ്ങി. അവന്റെ കൈകൊണ്ട് ചെയ്ത ആ പീസ ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ശേഖർ ഇപ്പോൾ കുറച്ച് പണം ചേർത്ത് തന്റെ അച്ഛനമ്മയ്ക്ക് മണി ഓർഡറും അയക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു ദിവസം ആ വയസ്സനായ മുത്തശ്ശൻ മരിച്ചുപോയി. അദ്ദേഹം മരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ മകൻ ശേഖറിനോട് പറഞ്ഞു, എനിക്ക് നിന്നെ തുടക്കം തൊട്ട് ഇഷ്ടമല്ലായിരുന്നു. എന്റെ അച്ഛൻ നിന്റെ അടുത്ത് അങ്ങനെ എന്ത് കണ്ടിട്ടാ ഇഷ്ടപ്പെട്ടതെന്ന് അറിയില്ല. മൊത്ത കടയിൽ നിന്നെ തന്നെ നോക്കാൻ പറയുന്നുണ്ടല്ലോ. നീ ഇവിടുന്ന് പുറത്തു പോയേക്കേ. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ എന്നെ കടയിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ ഞാൻ എവിടുന്ന പോവുക? എടാ, നീ എവിടെ വേണ പോയിക്കോ. അതുകൊണ്ട് എനിക്കെന്താ? എന്തായാലും നിനക്ക് പിസ്സ ചെയ്യാൻ അറിയാലോ. നീ വേറെ എവിടെയെങ്കിലും പോയിട്ട് പിസ്സ ചെയ്യൂ. പക്ഷെ ഇനിയൊരു പ്രാവശ്യം നീ എന്റെ കടഭാഗത്ത് വരാനേ പാടില്ല. പോയിക്കോ, വേഗം എവിടുന്ന് പോയിക്കോ. ശേഖർ ഒന്നും മിണ്ടാതെ തന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് ആ കടയിൽ നിന്നും പുറത്തു വന്നതും അവൻ വീണ്ടും അതേ ഫുട്പാത്തിലേക്ക് ചെന്നു. അവിടെ വെച്ചാണ് ആദ്യമായി ആ മുത്തശ്ശനെ അവൻ കണ്ടത്. ഞാൻ എന്റെ തോൽവി സമ്മതിക്കാൻ പോകുന്നില്ല. ഞാൻ കൈകൊണ്ടുണ്ടാക്കുന്ന പിസ്സ സിറ്റിയിലുള്ള എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ലാതെ കുറെ ജനങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ എന്റെ സ്വന്തം കടയിൽ തുടങ്ങണമെന്ന്. ഞാൻ എന്തിനാ അവരുടെ അടുത്ത് സഹായം ചോദിക്കാലോ? ഞാൻ ഇപ്പൊ തന്നെ എന്റെ വ്യാപാരം തുടങ്ങാൻ പോവുകയാണ്. ആരും മുമ്പിലും പോയി നിന്നിട്ട് ഞാൻ കൈ എന്താ പോകുന്നില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ശേഖർ എവിടെയൊക്കെയാണോ അവൻ പിസ്സ ഡെലിവറി ചെയ്തത് ആ സ്ഥലമൊക്കെ അവൻ തേടിപ്പോകാൻ തുടങ്ങി. ശേഖറിന്റെ നല്ല സ്വഭാവങ്ങൾ കണ്ടിട്ട് എല്ലാരും അവനെ സഹായിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ചു ദിവസത്തിനകം തന്നെ ശേഖർ ആ സിറ്റിയിൽ ഒരു ചെറിയ കട വാടകയ്ക്കെടുത്ത് അതിൽ പിസ്സ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ശേഖറിന്റെ കടയിൽ വ്യാപാരമില്ലായിരുന്നു. കാരണം സിറ്റിയിൽ ബ്രാൻഡഡ് പിസ്സ കഴിക്കുന്നവരുടെ സംഖ്യ വളരെ വലുതായിരുന്നു. ശേഖർ ഇതേ സങ്കടത്തോടെ രാത്രി സമയത്ത് വളരെ പഴയ ഒരു ബേക്കറിയുടെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരാളുടെ ശബ്ദം അവന്റെ കാതുകളിൽ കേട്ടത്. നീ ആരാണ് മോനെ? എന്റെ പേര് ശേഖറാണ്. നിങ്ങൾ ആരാണ്? എന്റെ പേര് മോഹൻലാലാണ്. ആ ബേക്കറി ഉണ്ടല്ലേ, ഞാൻ കുറെ നേരം നോക്കിയിട്ടുണ്ട്. ആ ബേക്കറി മൂടിയിട്ടുണ്ടല്ലോ. എന്റെ ബേക്കറി രാത്രിയിലാണ് തുറക്കാൻ പോകുന്നത്. എന്റെ ബേക്കറിയിൽ വടാപ്പാവ് നന്നായിട്ടുണ്ടാക്കും. ശരി, നീ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ അടുത്ത് ഞാൻ എന്ത് പറയാനാ? ഞാൻ പിസ്സ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു ദിവസം മുമ്പ് ഞാൻ കടം വാങ്ങിയിട്ട് ഒരു കടയും തുടങ്ങിയിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയില്ലായിരുന്നു. എന്റെ പിസ്സ ജനങ്ങൾ വാങ്ങിയില്ലായിരുന്നു. കാരണം നീ എന്തെങ്കിലും പുതിയതായിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കണം മോനെ. നിനക്കെന്താ ഒരു വടാപ്പാവ് പിസ്സ ഉണ്ടായിക്കൂടെ? വടാപ്പാവ് പിസ്സയോ? നിങ്ങൾ എന്തിനെ പറ്റിയാ സംസാരിക്കുന്നത്? ഞാൻ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത്. എനിക്ക് നിന്റെ സ്വഭാവം വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ നിനക്ക് ഒരു വഴി പറഞ്ഞു തരാം. എനിക്ക് വടാപ്പാവ് ചെയ്യാനുള്ളത് വളരെ എളുപ്പമുള്ള കാര്യം അറിഞ്ഞേക്കാം. കുറച്ച് ദിവസം മുമ്പ് ഞാൻ വടാപ്പാവ് പിസ്സ ചെയ്യാനുള്ള വഴിമുറയ്ക്ക് വേണ്ടി ഞാൻ വിദേശത്ത് പോയി പഠിച്ചിട്ട് വന്നിരുന്നു. നിനക്ക് വേണമെങ്കിൽ ഞാൻ ആ വഴിമുറ നിനക്ക് പറഞ്ഞു തന്നേക്കാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷനാണ് മുതലാളി? എന്റെ ഈ വടാപ്പാവ് ചെയ്യുന്ന വഴിമുറ കൊണ്ട് നീ എപ്പോഴും എന്റെ ബേക്കറിയിൽ മാത്രമാണ് വടാപ്പാവ് പിസ്സ ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങളടുത്ത് വടാപ്പാവ് വാങ്ങാൻ എന്റെ അടുത്ത് കാശില്ലല്ലോ. ഒരു പ്രശ്നവുമില്ല, ഞാൻ നിനക്ക് കടം തരാൻ തയ്യാറാണ്. പക്ഷെ ഇതിൽ എന്ത് ഗ്യാരണ്ടിയാ ഉള്ളൂ മുതലാളി? വടാപ്പാവ് പിസ്സ വിൽക്കാൻ പറ്റുമോ ഇല്ലയോ? തീർച്ചയായിട്ടും വിൽക്കും മോനെ. പോകെ പോകെ എല്ലാ ദിവസം കൂടി നിന്റെ ജീവിതം തന്നെ മാറിപ്പോവും. ഇങ്ങനെ പറഞ്ഞിട്ട് മോഹൻലാൽ ശേഖറിനെ ആ ബേക്കറിനകത്തേക്ക് കൊണ്ടുപോയി. ശേഖർ നോക്കിയപ്പോൾ ആ ബേക്കറി അകത്ത് വളരെ വലുതായിരുന്നു. പക്ഷെ ആ ബേക്കറിയുടെ അകത്ത് ഒരാള് പോലും ജോലി ചെയ്യുന്നില്ല. അവിടെ മെഷീൻ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. അത് ഓട്ടോമാറ്റിക് രീതിയിൽ വടാപ്പാവ് ചെയ്ത് അയക്കുകയായിരുന്നു. മുതലാളി, ഇവിടെ ജോലി ചെയ്യാൻ വേറെ ആളില്ലല്ലോ. പിന്നെ ഇത്രയും വലിയ മെഷീന്റെ ശബ്ദവും പുറത്താർക്കും കേൾക്കുന്നുമില്ലല്ലോ. ഇത് ഒരു ഓട്ടോമാറ്റിക് മെഷീനാണ് മോനെ. ഇന്നും കുറച്ചു നേരത്തിൽ നിനക്ക് എല്ലാം മനസ്സിലാവും. മോഹൻലാൽ ആ ബേക്കറിക്ക് അകത്തിരുന്ന് വടാപ്പാവ് എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറയുകയായിരുന്നു. കുറച്ചു സമയത്തിനകം ശേഖറിന് മനസ്സിലായി. ശേഖർ ഒരുപാട് വടാപ്പാവുകൾ വാങ്ങിയിട്ട് കടയ്ക്ക് പോയി. പിന്നെ രാവിലെ തന്നെ ഒരുപാട് വടാപ്പാവ് പിസ്സ റെഡിയാക്കി തയ്യാറാക്കി വെച്ചു. അതിന്റെ മണം ഒരുപാട് ദൂരെ വരെ വീശി. ബൈക്ക് സവാരി ചെയ്തുകൊണ്ട് അതുവഴി പോയ ഒരാൾ പെട്ടെന്ന് ശേഖറിന്റെ കടയുടെ മുൻപിലായി ബൈക്ക് നിർത്തിയിട്ട് വന്നു നിന്നു. ഇവിടെ നിന്നിട്ട് നല്ല മണം വരുന്നുണ്ടല്ലോ. ഇത് വടാപ്പാവ് പിസ്സ വാശിനെയാണ്. ഞാൻ ഇങ്ങനത്തെ പിസ്സ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. തരൂ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ശേഖർ ഒരു വടാപ്പാവ് പിസ്സ അവന്റെ കയ്യിൽ നൽകി. ആ പിസ്സ കഴിച്ചിട്ട് അദ്ദേഹം ഒരുപാട് സന്തോഷിച്ചു. ഞാൻ പറയുന്നത് കേക്ക്, എനിക്ക് പിസ്സ കഴിക്കുന്നത് വളരെ ആഗ്രഹമാണ്.
പക്ഷേ ഇത്രയും രുചിയുള്ള പിസ്സ ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. ഇത് വടാപാവ് പിസ്സയാണ് സാർ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു ന്യൂസ് റിപ്പോർട്ടറാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വടാപാവ് പിസ്സനെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും പോയി. കുറച്ചു ദിവസത്തിനകം പതുക്കെ ശേഖറിന്റെ വടാപാവ് പിസ്സ വളരെ ഫേമസ് ആയി. ഇപ്പോൾ ശേഖർ തനിക്ക് സ്വന്തമായ ഒരു വലിയ വീട് സിറ്റിയിൽ വാങ്ങി. ശേഖർ ഇപ്പോൾ MBAയും കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ഇപ്പോൾ അവന്റെ മുഴുവൻ ശ്രദ്ധയും തന്റെ വടാപാവ് പിസ്സ ബിസിനസ്സിലായിരുന്നു. കുറച്ചു ദിവസത്തിന് ശേഷം ഒരു കമ്പനിയുടെ മുതലാളി ശേഖറിനോട് എന്തു പറഞ്ഞെന്നാൽ, എന്റെ പേര് എഡ്വേർഡ് ആണ്. ഞാൻ അമേരിക്കയിലാണ് ഉള്ളത്. ഞാൻ നിങ്ങളുടെ വടാപാവ് പിസ്സനെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്. ഞാൻ എന്താ വിചാരിക്കുന്ന വെച്ചാൽ നിങ്ങളുടെ ഈ വടാപാവ് പിസ്സന്റെ ഒരു ബ്രാഞ്ച് അമേരിക്കയിൽ ഓപ്പൺ ചെയ്യണം. സത്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെ ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കണം. ശരിക്കും ഇത് വളരെ നല്ല ന്യൂസ് ആണ് സർ. ശേഖർ എഡ്വേർഡിനോടൊപ്പം പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തു. പിന്നെ കുറച്ചു ദിവസത്തിനകം തന്നെ ശേഖറിന്റെ വടാപാവ് പിസ്സ വേൾഡ് മൊത്തം ഫേമസ് ആകാൻ തുടങ്ങി. കുറച്ചു ദിവസത്തിനകം ശേഖറിന് ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡും ലഭിച്ചു. ആ അവാർഡ് കിട്ടിയ സന്തോഷത്തിൽ ശേഖറിന്റെ അച്ഛനും അമ്മയും ഗ്രാമത്തലവനോടൊപ്പം ശേഖറിനെ കാണാനായി വന്നു. എനിക്ക് അപ്പൊ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, മോനെ, നീ തീർച്ചയായിട്ടും എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യുമെന്ന്. എന്റെ കണ്ണുകൊണ്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്റെ മകൻ ഇത്രയും വലിയ ഒരു ബിസിനസ്മാൻ ആയിട്ടുണ്ടല്ലോ എന്ന്. നിന്റെ അച്ഛൻ പറയുന്നത് വളരെ ശരിയാണ് മോനെ. അന്ന് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അന്ന് ഞാൻ പറഞ്ഞത് നീ കേട്ടിരുന്നെങ്കിൽ നീയും നിന്റെ അച്ഛനെ പോലെ കൂലി തൊഴിലാളി ആയേനെ. എന്നോട് ക്ഷമിക്കണം ശേഖർ. ഞാൻ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല അധ്വാനവും പിന്നെ പഠിപ്പും ഉണ്ടെങ്കിൽ പിന്നെ ആരും അവരെ തോൽപ്പിക്കാനേ പറ്റില്ല എന്ന്. നീ നമ്മുടെ ഗ്രാമം മാത്രമല്ല നമ്മുടെ നാടൻ എന്നെ ഒരു നല്ല പേരും തന്നിട്ടുണ്ട്. നിന്നെ പറ്റി വിചാരിച്ചാൽ അഭിമാനമുണ്ട് മോനെ. ശേഖർ തലവൻ പിന്നെ തന്റെ അച്ഛനമ്മയോട് എന്ത് പറഞ്ഞെന്നാൽ, എന്റെ ഈ വിജയത്തിന്റെ കാരണം എന്റെ സുഹൃത്ത് മോഹൻലാൽ സാറാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ബേക്കറിൽ നിന്ന് എനിക്ക് വടാപ്പാവ് തന്നിട്ടില്ലെങ്കിൽ എന്നെ കൊണ്ട് തീർച്ചയായിട്ടും ഇത്ര വലിയ ആളാവാൻ പറ്റില്ലായിരുന്നു. ഇന്നും അവരുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന വടാപ്പാവാണ് എന്റെ കമ്പനിയിലേക്ക് വരുന്നത്. എന്നാൽ നീ മോനെ അയാൾക്ക് തീർച്ചയായിട്ടും നന്ദി പറയണം. നിങ്ങൾ വരുന്ന മുമ്പ് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ശരി, പോ മോനെ. നല്ല കാര്യം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കാൻ പാടില്ല. ശേഖർ തന്റെ കാർ എടുത്തുകൊണ്ട് ആ ബേക്കറിയുടെ അടുത്തേക്ക് പോയി. അവൻ ഒരുപാട് ദിവസത്തിന് ശേഷം ആ ബേക്കറിനടുത്തേക്ക് വന്നു. മോഹൻലാൽ ഒരുപാട് ദിവസം ശേഖറിനോട് പേയ്മെന്റ് വാങ്ങിയില്ല. പക്ഷെ ശേഖർ നോക്കിയപ്പോൾ ആ ബേക്കറിനടുത്ത് ആരുമില്ലായിരുന്നു. ആ ബേക്കറി മൂടപ്പെട്ടിരുന്നു. ശേഖർ വളരെ ആശ്ചര്യത്തോടെ ആ മൂടപ്പെട്ട ബേക്കറി നോക്കിയിരുന്നു. അപ്പോഴാണ് ഒരാളുടെ ശബ്ദം ശേഖറിന്റെ കാതുകളിൽ കേട്ടത്. എന്താ കണ്ടോണ്ടിരിക്കുന്നത്? എന്റെ പേര് ശേഖറാണ്. എപ്പോഴും ഈ നേരത്തിൽ മോഹൻലാൽ മുതലാളി ഇങ്ങോട്ട് വരുമല്ലോ. പക്ഷേ എന്താണെന്നറിയില്ല, അദ്ദേഹത്തിന്റെ ബേക്കറി പൂട്ടിയിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്താ പറയുന്നത്? ഈ ബേക്കറി കുറെ വർഷങ്ങളായി മൂടിക്കിടക്കുകയായിരുന്നു. പിന്നെ നിങ്ങൾ ഏത് മോഹൻലാലിനെ പറ്റി പറയുന്നോ? അദ്ദേഹം പല വർഷങ്ങൾ മുമ്പ് എന്നെ മരിച്ചു പോയിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്താ പറയാൻ വരുന്നത്? മോഹൻലാൽ മുതലാളി 1950-ലാണ് ഇവിടെ മുതലാളിയായിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ആരാണ്? ഞാൻ ഇവിടെ ശുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ചെക്ക് എടുത്ത് ശേഖറിന് നൽകി. പല വർഷങ്ങളായിട്ട് എനിക്ക് ഇവിടെ ഈ ചെക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആരോ ശേഖർ എന്ന് പറഞ്ഞ ഒരാളുടെ സിഗ്നേച്ചറോടും ഉണ്ട്. ആ ആള് നിങ്ങളാണോ? അത് ഞാൻ തന്നെ. നിങ്ങൾക്ക് എന്താ ബുദ്ധി കെട്ടുപോയിട്ടുണ്ടോ? നിങ്ങൾ ആരുടെ പേരിലാണ് ചെക്ക് എഴുതി കൊടുക്കുന്നോ അയാള് 70 വർഷം മുമ്പ് തന്നെ ലോകം വിട്ടു പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ലേ? ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ഇപ്പോൾ ശേഖറിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി തുടങ്ങി. അവന് നന്നായി മനസ്സിലായി. അതായത് ആ വടാപാവ്, എന്തുകൊണ്ടാണ് അവൻ വടാപാവ് പിസ്സ ചെയ്യുന്നത്, അതൊരു അത്ഭുതമായ കാര്യമാണെന്ന്. ശേഖർ വളരെ സമാധാനത്തോടെ അവിടെ നിന്നും ചിരിച്ചുകൊണ്ടേ വന്നു. പക്ഷെ ഇന്നും അവന്റെ വടാപാവ് പിസ്സ ലോകമെവിടെയും ഫേമസ് ആണ്.